വികാരഭരിതമായ നിമിഷങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു വിവാദ രൂപശില്പം. രണ്ട് വലിയ മതസംസ്കാരങ്ങളുടെ രക്താങ്കിതമായ രണചരിത്രത്തിന്റെ ഭാരം തന്റെ പടുകൂറ്റൻ തൂണുകളിൽ പേർന്ന ഒരു ചരിത്ര നിർമ്മിതി. കോൺസ്റ്റന്റിനോപ്പിളിന്റെ ചക്രവാള രേഖയെ മകുടമണിയിച്ച അതിമനോഹര താഴികക്കുടം. പൈതൃകാവകാശത്തെ ചൊല്ലി ഇന്നും വൈകാരിക ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വിധേയമാകുന്ന വിശ്വമാനവികതയുടെ മഹാസൗധം. ഞാൻ സംസാരിക്കുന്നത് വിശ്വവിഖ്യാതമായ ഹാഗിയ സോഫിയ എന്ന വാസ്തുവിദ്യാ വിസ്മയത്തെപ്പറ്റി. ഈസ്താംബൂളിന്റെ വീതിയിൽ തലയെടുപ്പോടെ നിന്ന് ഇന്നും സഞ്ചാരികളെ ആവേശത്തിലാഴ്ത്തുന്ന ഹാഗിയ സോഫിയയുടെ യഥാർത്ഥ ഉടമസ്ഥരാര്, അതിന്റെ ചരിത്രമെന്ത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗ്രീക്കുകാർക്കും റോമക്കാർക്കും ഒരുപോലെ വിലപ്പെട്ട നഗരമായിരുന്നു BC 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ബൈസന്റൈം എന്ന പുരാതന നഗരം. ഏഷ്യയും യൂറോപ്പിനെയും വിഭജിക്കുന്ന ബോസ്ഫറോസ് കടലിടുക്കിന്റെ യൂറോപ്യൻ ഭാഗത്താണ് ബൈസന്റൈം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി AD 324 റോമ സാമ്രാജ്യം വീണ്ടും ഒന്നിച്ചതിന് ശേഷം അവിടെ തന്റെ പുതിയ തലസ്ഥാനം കോൺസ്റ്റന്റിനോപ്പിൾ സ്ഥാപിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതിനെ പുതിയ റോം എന്നർത്ഥം വരുന്ന നോവ റോമ എന്ന് വിളിച്ചു. പിൽക്കാലത്ത് കോൺസ്റ്റന്റൈൻ നഗരം എന്നർത്ഥം വരുന്ന കോൺസ്റ്റന്റിനോപ്പിൾ എന്ന പേര് അതിന് ലഭിക്കുകയായിരുന്നു. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ എഡിക്റ്റ് ഓഫ് മിലാനിലൂടെ റോമ സാമ്രാജ്യത്തിൽ മുഴുവനായി ക്രിസ്തുമതം അംഗീകരിക്കപ്പെട്ടു. AD 360 കോൺസ്റ്റന്റൈൻ രണ്ടാമൻ ചക്രവർത്തി ഇന്ന് നമ്മൾ കാണുന്ന ഹാഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആദ്യമായി വലിയ ദേവാലയം എന്നർത്ഥമുള്ള മാഗ്ന എക്ലീസിയ എന്നറിയപ്പെടുന്ന ഒരു ദേവാലയം സ്ഥാപിച്ചു. AD 380 തിയോഡോഷ്യസ് ഒന്നാമൻ ചക്രവർത്തി എഡിക്റ്റ് ഓഫ് തെസലോനിക്കയിലൂടെ ക്രിസ്തുമതം റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചപ്പോൾ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന തലസ്ഥാന നഗരം ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രിസ്ത്യൻഡത്തിന്റെ കേന്ദ്രമായി മാറി. പിന്നീട് വന്ന ആർക്കേഡിയസ് ചക്രവർത്തിയുടെ ഭാര്യ ഏലിയ യൂഡോക്സിയ ചക്രവർത്തിനിയുമായി കോൺസ്റ്റന്റിനോപ്പിളിലെ പാത്രക്കീസ് ജോൺ ക്രിസോസ്റ്റം ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും അതിനെ തുടർന്ന് AD 404 ജൂൺ 20 അദ്ദേഹം നാട് കടത്തപ്പെടുകയും ചെയ്തു. അതുമൂലമുണ്ടായ കലാപങ്ങളിൽ ഈ ആദ്യത്തെ പള്ളി വലിയ തോതിൽ കത്തി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് തിയോഡോഷ്യസ് രണ്ടാമൻ ചക്രവർത്തിയാണ് രണ്ടാമത്തെ പള്ളിക്ക് ഉത്തരവിട്ടതും AD 415 ഒക്ടോബർ 10 പള്ളി പണി കഴിപ്പിച്ചതും. AD 532 ജനുവരി 14 അന്നത്തെ ബൈസന്റൈൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമനെതിരെ ഉണ്ടായ നൈക്ക റിവോൾട്ടിന്റെ ഭാഗമായി ഈ പള്ളി അടി മുതൽ മുടി വരെ മുഴുവനായും അഗ്നിക്കിരയാക്കപ്പെട്ടു. എന്നാൽ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി AD 532 37 ഇടയിൽ കോൺസ്റ്റന്റിനോപ്പിളിലെ ക്രിസ്ത്യൻ ബസിലിക്കയായി ബൈസന്റൈൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമൻ നിർമ്മിച്ചതാണ് നിലവിലെ ഹാഗിയ സോഫിയയുടെ ഘടന. ഗ്രീക്ക് വാസ്തുശില്പികളായ ഇസിഡോർ ഓഫ് മിലീറ്റസും അന്തീമിയസ് ഓഫ് ട്രാലസും ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിനെ ഔപചാരികമായി ചർച്ച് ഓഫ് ഹോളി വിസ്ഡം അഥവാ നവോസ്തസ് ഹാഗിയസ് തെയൂസോഫിയസ് എന്നാണ് വിളിച്ചിരുന്നത്. AD 1054 ഗ്രേറ്റ് സ്കീസം എന്നറിയപ്പെടുന്ന ഈസ്റ്റ് വെസ്റ്റ് സ്കീസത്തിലൂടെ ക്രിസ്ത്യൻ സമൂഹം രണ്ടായി പിരിയുകയും റോം ആസ്ഥാനമായുള്ള പാശ്ചാത്യ ക്രിസ്ത്യൻ സഭ, കോൺസ്റ്റന്റിനോപ്പിൾ ആസ്ഥാനമായുള്ള പൗരസ്ത്യ ക്രിസ്ത്യൻ സഭ എന്നിവയായി മാറുകയും ചെയ്തു. AD 1204 നാലാം കുരിശുയുദ്ധത്തിന്റെ ഭാഗമായി അന്നത്തെ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റന്റിനോപ്പിളിന്റെ ചില ഭാഗങ്ങൾ പാശ്ചാത്യ ക്രിസ്ത്യൻ സഭയുടെ കീഴിലുള്ള കുരിശുദ്ധ സൈന്യം പിടിച്ചടക്കുകയും കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. നഗരം പിടിച്ചടക്കിയ ശേഷം അങ്ങനെ ലാറ്റിൻ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടു. ഫ്ലാൻഡേഴ്സിലെ ബാൾഡ്വിൻ ഹാഗിയ സോഫിയയിൽ വെച്ച് കോൺസ്റ്റന്റിനോപ്പിളിലെ ബാൾഡ്വിൻ ഒന്നാമൻ ചക്രവർത്തിയായി കിരീടമണിഞ്ഞു. ഹാഗിയ സോഫിയ കുരിശ് യുദ്ധത്തിലൂടെ അങ്ങനെ ബാൾഡ്വിൻ ഒന്നാമൻ ചക്രവർത്തിയുടെ കീഴിലുള്ള അന്നത്തെ പാശ്ചാത്യ ക്രിസ്ത്യൻ സഭയുടെ കൈവശമായി. അങ്ങനെ AD 1204 ഹാഗിയ സോഫിയ ഒരു ലാറ്റിൻ കത്തോലിക്ക കത്തീഡ്രലായി മാറി. പിന്നീട് നീണ്ട 57 വർഷങ്ങൾക്ക് ശേഷം AD 1261 മൈക്കിൾ പലയിലോഗോസിന്റെ നേതൃത്വത്തിലുള്ള പൗരസ്ത്യ ക്രിസ്ത്യൻ സഭാ സൈന്യം ലത്തീൻ അധിനിവേശത്തിലായിരുന്ന കോൺസ്റ്റന്റിനോപ്പിളിനെ തിരിച്ചുപിടിക്കുകയും അങ്ങനെ ഹാഗിയ സോഫിയ വീണ്ടും ഒരു കിഴക്കൻ ഓർത്തഡോക്സ് ദേവാലയമായി മാറുകയും ചെയ്തു. AD 670 മുതൽ അറബ് തുർക്കിക് മുതലായ വിവിധ ഇസ്ലാമിക രാജവംശങ്ങൾ കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും AD 1453 വരെ ആ ശ്രമങ്ങളെല്ലാം വിഫലമായി പോയി. എന്നാൽ
ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിളർപ്പിന്റെ അനന്തരഫലമായി ലോക ചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഫോൾ ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടകീയ സംഭവം അരങ്ങേറുന്നു. BC 27 ആരംഭിച്ച് ഏകദേശം 1500 വർഷം നീണ്ടുനിന്ന റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന ശേഷിപ്പുകളുടെ അന്ത്യം കുറിച്ച് കോൺസ്റ്റന്റിനോപ്പിളിന്റെ കീഴടക്കലും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ പതനവും മധ്യകാലഘട്ടത്തിലെ നിർണായക നിമിഷമായി മാറി. 21കാരനായ സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ നയിച്ച ഓട്ടോമൻ സൈന്യം അങ്ങനെ കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കി. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ആളുകൾ സാമ്രാജ്യത്തിന്റെ പുതിയ ഇരിപ്പിടത്തെ സംസാര ഭാഷയിൽ വിവരിക്കുന്നതിനായി ടർക്കിഷ് ഭാഷയിൽ ഈസ്തംബോളിൻ എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങി. ക്രമേണ ഈസ്തംബോളിൻ കൂടുതലായി ഉപയോഗിച്ച് കോൺസ്റ്റന്റിനോപ്പിൾ ഈസ്തംബൂളായി മാറി. നൂറ്റാണ്ടുകൾ മുൻപോട്ട് നീങ്ങിയപ്പോൾ പ്രാദേശിക ഭാഷ ക്രമേണ മാറി ഈസ്തംബോളിൻ ഒടുവിൽ ഈസ്താംബൂളായി മാറി. 1453 മെയ് 29 കോൺസ്റ്റന്റിനോപ്പിൾ അങ്ങനെ ഓട്ടോമൻ സേനയുടെ കീഴിലായി. സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ നഗരത്തിൽ പ്രവേശിച്ച് ഹാഗിയ സോഫിയയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയും ഖുത്ബയും നടത്തി. പള്ളി ഉടൻ തന്നെ ഒരു മോസ്കാക്കി മാറ്റുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. അവിടെ സന്നിഹിതരായ ഇസ്ലാമിക പണ്ഡിതന്മാർ പള്ളിയുടെ പ്രസംഗപീഠത്തിൽ നിന്ന് ഷഹാദ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ ഹാഗിയ സോഫിയ ഔദ്യോഗികമായി ഒരു മോസ്കായി പരിവർത്തനം ചെയ്യപ്പെട്ടു. തുടർന്ന് മെഹമ്മദ് രണ്ടാമൻ പള്ളിയുടെ നവീകരണത്തിന് ഉത്തരവിട്ടു. അങ്ങനെ പുതിയ ഇസ്ലാമിക് തുർക്കിയുടെ ആദ്യ ഇംപീരിയൽ മോസ്കായി ഹാഗിയ സോഫിയ മാറ്റപ്പെട്ടു. AD 1481 മുൻപ് കെട്ടിടത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ആദ്യ മിനാരം സ്ഥാപിച്ചു. മെഹമ്മദിന്റെ പിൻഗാമിയായ ബയസിദ് പാഷ കെട്ടിടത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് മറ്റൊരു മിനാരം കൂടി പണി കഴിപ്പിച്ചു. സുലൈമാൻ പാഷയുടെ ഭരണകാലത്ത് ദേവാലയത്തിനുള്ളിലുണ്ടായിരുന്ന യേശുവിനെയും മറിയത്തെയും വിവിധ ബൈസന്റൈൻ ചക്രവർത്തിമാരെയും ചിത്രീകരിക്കുന്ന ചുവർചിത്രങ്ങളും മൊസൈക്കുകളും വൈറ്റ് വാഷും പ്ലാസ്റ്ററും കൊണ്ട് മൂടി അവയെ മറച്ചു. 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം സെൻട്രൽ പവേഴ്സ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് പോരാടി. എന്നാൽ തുർക്കി ഉൾപ്പെടുന്ന സെൻട്രൽ പവേഴ്സ് രാജ്യങ്ങൾ അടിയറവ് പറഞ്ഞ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനു കൂടി ലോകം സാക്ഷ്യം വഹിച്ചു. അങ്ങനെ കോൺസ്റ്റന്റിനോപ്പിൾ ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഗ്രീക്ക് സൈന്യങ്ങൾ കൈവശപ്പെടുത്തി. കോൺസ്റ്റന്റിനോപ്പിളിന്റെ പതനത്തിന് ശേഷം ആദ്യമായും അവസാനമായും ഹാഗിയ സോഫിയയിൽ ഒരു ദിവ്യബലി അർപ്പിക്കപ്പെട്ടു. 1919 ജനുവരി 19 ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൈനിക പുരോഹിതൻ എലിഫ്തീരിയോസ് നൗഫ്രാക്കിസ് അതിന് നേതൃത്വം നൽകി. 1923 മുസ്തഫ കെമാൽ അത്താതുർക്കിന്റെ നേതൃത്വത്തിൽ ആധുനിക തുർക്കി രൂപപ്പെട്ടു. രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം വിപുലമായ പുരോഗമന പരിഷ്കാരങ്ങൾ ഏറ്റെടുത്ത് തുർക്കിയെ ഒരു മതേതര വ്യാവസായിക രാഷ്ട്രമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ സെക്യുലറിസ്റ്റ് ചിന്താധാരയുടെ ഫലമായി സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി 1930 ഹാഗിയ സോഫിയയിലെ വൈറ്റ് വാഷും പ്ലാസ്റ്ററും നീക്കം ചെയ്ത് പഴയ ക്രിസ്ത്യൻ ചിത്രങ്ങളും മൊസൈക്കുകളും വീണ്ടെടുത്തു. 1935 മുസ്തഫ കെമാൽ അത്താതുർക്ക് ആരാധനാലയമായി ഈ കെട്ടിടം ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചുകൊണ്ടും എന്നാൽ ഇരുമത വിഭാഗങ്ങളുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ട് ഈ കെട്ടിടത്തെ ഒരു മ്യൂസിയമാക്കി മാറ്റി. വർഷങ്ങൾ അത്താതുർക്യൻ മതേതര റിപ്പബ്ലിക്കായി തുടർന്ന രാജ്യത്ത് 90കളുടെ അവസാനത്തോടെ തീവ്ര വലതുപക്ഷ നിലപാടുകൾ ശക്തിപ്പെട്ടു. 2001 റിസെപ് തയ്യിപ് എർദോവന്റെ നേതൃത്വത്തിൽ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. അന്നുവരെ രാജ്യത്തിന്റെ ഒഴിഞ്ഞ കോണുകളിൽ കിടന്നിരുന്ന നിയോ ഓട്ടോമൻ തീവ്ര ഇസ്ലാമിക ദേശീയവാദം ശക്തിയാർജിച്ച് രാജ്യത്തിന്റെ മുൻ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. 2003 എർദോവൻ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്നു. 2014 വരെ പ്രധാനമന്ത്രിയായി തുടർന്ന എർദോവൻ നിശ്ചിത കാലയളവിനപ്പുറം അധികാരത്തിൽ തുടരുവാൻ സാധിക്കാത്ത തുർക്കിയുടെ നിയമ സാഹചര്യത്തിൽ അതേ വർഷം തന്നെ തുർക്കിയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. തന്റെ പരമാധികാരം നിലനിർത്തുവാൻ നിലവിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്തി അന്നുവരെ നിലനിന്നിരുന്ന പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിന് വിരാമമിട്ട് രാജ്യത്തിന്റെ പരമാധികാരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നു. അങ്ങനെ 2017 പരമാധികാരം കൈപ്പിടിയിൽ കൊണ്ടുവന്ന് തുർക്കിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് എർദോവൻ തുടർന്നു. തുർക്കിയിലെ മുസ്ലിമുകളുടെ നിരന്തരമായ ആവശ്യമെന്നത് ഉയർത്തിക്കാട്ടി 2018 തുടക്കത്തിൽ തന്നെ എർദോവൻ ഹാഗിയ സോഫിയയുടെ പദവി ഒരു മോസ്കിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. 2018 മാർച്ച് 31 ഹാഗിയ സോഫിയയിൽ
ഖുറാനിലെ ആദ്യ വാക്യം എർദോവൻ പാരായണം ചെയ്തു. ഹാഗിയ സോഫിയെ ഒരു മ്യൂസിയമാക്കി മാറ്റിയ പഴയ മന്ത്രിസഭാ തീരുമാനം 2020 ജൂലൈ 10 കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അസാധുവാക്കി. ഹാഗിയ സോഫിയെ ഒരു മോസ്ക് എന്നതിലുപരി മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കാനാകില്ലെന്ന് ഉത്തരവിട്ടു. ഇതിനായി അവർ പറഞ്ഞ വാദങ്ങൾ ഇവയാണ്. 1. ഈസ്താംബുൾ കീഴടക്കിയ ഓട്ടോമൻ സുൽത്താൻ മെഹമ്മദ് രണ്ടാമന്റെ സ്വകാര്യ സ്വത്തായ ഈ വസ്തുവിനെ പൊതുജനങ്ങൾക്ക് യാതൊരു ഫീസും കൂടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മോസ്ക് ആയിട്ടാണ് രേഖകളിൽ രജിസ്റ്റർ ചെയ്തു വെച്ചിരുന്നത്. 2. 1453 സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ ബൈസന്റൈൻ കീഴടക്കി കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചെടുത്ത സമയത്ത് ക്രിസ്ത്യൻ സഭയിൽ നിന്ന് വില കൊടുത്താണ് ഹാഗിയ സോഫിയ വാങ്ങിയത്. മതേതരവും ആഗോളവുമായ വിമർശനങ്ങൾക്കിടയിലും ഹാഗിയ സോഫിയയുടെ മ്യൂസിയം പദവി അസാധുവാക്കിക്കൊണ്ട് എർദോവൻ ഈ ഉത്തരവിൽ ഒപ്പുവെച്ചു. തൊട്ടു പിന്നാലെ മിനാരങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം പ്രക്ഷേപണം ചെയ്തു. ജൂലൈ 24 മുതൽ അവിടെ പ്രാർത്ഥന നടത്തുമെന്ന് എർദോവൻ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പിന്നാലെ ലോകമെമ്പാടുമുള്ള പ്രതിഷേധം തുർക്കിയിലേക്ക് ഇരച്ചിറങ്ങി. പല രാജ്യങ്ങളിൽ തുടങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ എർദോവനെ വിമർശിച്ചു. മ്യൂസിയം മുസ്ലിം ആരാധനാലയമാക്കുവാനുള്ള തീരുമാനത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി യുനെസ്കോ പറഞ്ഞു. എന്നാൽ ക്രിസ്ത്യൻ ഐക്കണുകൾ എല്ലാം തന്നെ അതുപോലെ പരിപാലിക്കുമെന്നും എല്ലാ മുസ്ലിം ആരാധനാലയങ്ങളും പോലെ അതിന്റെ വാതിലുകൾ ജാതിമത ഭേദമന്യേ ലോകത്തെ എല്ലാവർക്കുമായി തുറന്നിരിക്കും എന്ന വാഗ്ദാനങ്ങളോടെ മ്യൂസിയം മുസ്ലിം ആരാധനാലയമാക്കുവാനുള്ള തീരുമാനത്തിൽ എർദോവൻ അടിവരയിട്ടു. ഒട്ടനവധി ചരിത്ര നിമിഷങ്ങൾക്ക് മൂകസാക്ഷിയായ ഈസ്താംബൂളിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹാഗിയ സോഫിയ വിശ്വാസങ്ങളുടെയും കീഴടക്കലിന്റെയും സംസ്കാരങ്ങളുടെയും കഥകൾ അതിന്റെ ചുവരുകൾ ഇന്നും മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു യുഗത്തിന്റെ ചരിത്രം വിളിച്ചോതുന്ന ഹാഗിയ സോഫിയ തന്റെ രണചരിത്രവും വാസ്തുവിദ്യാ ഭംഗിയും വരും തലമുറകളിലേക്ക് എത്തിക്കുകയും അത് ചർച്ചകൾക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്നത് തീർച്ച. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.